ഹലോ ഗൈസ്, എല്ലാവർക്കും ആർജെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പടക്കളം സിനിമ കണ്ടു. സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം, പടം കണ്ടിട്ട് 4-5 ദിവസം കഴിഞ്ഞു. റിവ്യൂ ചെയ്യാൻ ലേറ്റായത് എനിക്ക് എണിച്ച് നിൽക്കാനുള്ള അതുപോലും ഇല്ലാതിരുന്നു എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഈ ഒരു പടം കാണാൻ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒട്ടും സുഖമില്ലായിരുന്നു. ബോഡി പെയിനും അങ്ങനെ വല്ലാത്തൊരു അവശ്യ നിലയിലാണ് ഞാൻ പടം കാണാൻ പോയത് തന്നെ. ഇത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു പടം എനിക്ക് ഒരു സാറ്റിസ്ഫിക്കേഷൻ അപ്പുറം ഒരു വലിയൊരു റിലീഫ് തന്ന ഒരു പടമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വയ്യായ്മകൾക്കിടയിൽ എന്നെ ചിരിപ്പിച്ചു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കാനും അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കാനൊക്കെ വേഗം സാധിക്കും. പക്ഷെ നമ്മളെ ചിരിപ്പിക്കുക, നമ്മൾ നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഒരു എന്താ പറയുന്നത്, ഭയങ്കര അസ്വസ്ഥതയായിട്ട് പോകുന്ന ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ അപ്പുറം ഒരു റിലീഫ് തന്ന ഒരു സിനിമയാണ്. ഒരു കീടിലൻ ഫാൻറ്റസി എൻ്റർടൈനർ. ഞാൻ ഈ ഹൊറർ കോമഡി അല്ലെങ്കിൽ ഫാൻറ്റസി കോമഡി സിനിമകളുടെ വലിയൊരു ആരാധകനാണ്. അങ്ങനെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ഹൊറർ കോമഡി, ഫാൻറ്റസി കോമഡി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു ജേണറല്ല. പക്ഷെ വരുന്ന സിനിമകളെന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങും ഇങ്ങുമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാലുള്ളതായി, അങ്ങനെ വന്നാൽ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണും. ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ മുഴച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനു മുമ്പ് വന്ന രോമാഞ്ചം ഒരു ഹൊറർ കോമഡി പടമാണ്. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി ആഘോഷിച്ച ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ, പടക്കളം എന്ന സിനിമ, രോമാഞ്ചത്തിന്റെ അപ്പനായിട്ട് വരും. അതൊരു ഹൊറർ കോമഡി, ഇതൊരു ഫാൻറ്റസി കോമഡിയാണ്. പക്ഷെ ഞാനതൊരു ഒരു ഫാൻറ്റസി എന്നുള്ളൊരു ലേബലിൽ ഉൾപ്പെടുത്തുവാണ്. രോമാഞ്ചത്തിന്റെ അപ്പനായിട്ട് വരും ഈ പടക്കളം എന്ന് പറയുന്ന സിനിമ. രോമാഞ്ചത്തിൽ കുറേ ഡബിൾ മീനിങ്ങും അങ്ങനെ എയർ റൈറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പടക്കളം എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് അത്തരത്തിലൊന്നുമില്ല. ക്ലീൻ യു ആണ്. ഫാമിലി, കൊച്ചു കുട്ടികൾ മുതൽ വലിയ അപ്പന്മാർക്ക് വരെ പോയിരുന്ന് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു ക്ലീൻ കോമഡി ഫാൻറ്റസി എൻ്റർടൈനർ ആണ് നമ്മുടെ പടക്കളം എന്ന് പറയുന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫാൻറ്റസി കോമഡി പടങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് എൻഡിങ് കൊടുക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വലിയൊരു സംതൃപ്തി തരാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരാറുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂപ്പ് ഹോൾസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഇതങ്ങനെ ചെയ്താൽ അങ്ങനെയൊക്കെ നമുക്ക് പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും തോന്നും. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും യാതൊരു വിധത്തിലും നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള തോന്നലുകളോ ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ആ ഒരു വൈബിൽ എൻജോയ് ചെയ്ത് ചിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. മനോജ് സ്വരാജ് എന്ന ഡയറക്ടർ കിടിലനായിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു ലൂപ്പ് ഹോൾസ് ഒന്നും അങ്ങനെ മുഴച്ച് നിൽക്കാത്ത രീതിയിൽ നല്ല ക്ലീൻ ആയിട്ട് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ ഇതേപോലെയുള്ള ജനറുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന പടങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ കിടിലനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണെന്ന് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമ നല്ല ക്ലീൻ ഒരു ഫാൻറ്റസി കോമഡി പടമാണ്. പിന്നെ നമ്മുടെ സുരാജ് ഏട്ടൻ, ആ ഒരു പഴയ സുരാജ് വെഞ്ഞാറുമൂടിനെ എവിടെയൊക്കെയോ മിന്നായം പോലെ ഈ ഒരു സിനിമയിൽ കണ്ടു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് സുരാജ് ഏട്ടൻ്റെ ഒരു കോമഡി ക്യാരക്ടർ ഇതേപോലെ വർക്കൗട്ട് ആവുന്നത്. അത് എനിക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആയി. അതേപോലെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറും അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ യങ് ആക്ടേഴ്സാണ് ഈ ഒരു സിനിമയിലെ ഒരു മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാം പെർഫോമൻസ് കിടിലനായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആക്ടേഴ്സിൻ്റെ ഭാഗത്തായാലും നല്ലൊരു വൈബിലാണ് അവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. ആ ഒരു വൈബ് കണക്റ്റ് ആയാൽ പടം കിടിലനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ ഒരു വൈബ് നല്ല രീതിയിൽ എനിക്ക് കണക്റ്റ് ആയി. പടവും എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കാണുക ഈ പടം. ഈ ഒരു പടം ഞാൻ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നൊരു ലേബലിൽ ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. ഇത് OTT വന്നതിന് ശേഷം പലരും ഇതിനൊരു അണ്ടർ റേറ്റഡ് സിനിമ എന്നുള്ളൊരു ടാഗ് ചാർത്തി കൊടുക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. ഞാൻ ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഈ സിനിമ പതിയെ പിക്കപ്പ് ആവും, നമുക്ക് രോമാഞ്ചം അല്ലെങ്കിൽ പ്രേമലു ലെവലിലൊക്കെ ഒരു ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് കരുതിയത്. പക്ഷേ അത്തരത്തിലുള്ള ട്രെൻഡുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. പലരിലേക്കും ആ ഒരു തുടരുമെന്ന ഒരു സുനാമിയിൽ മുങ്ങിപ്പോയൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് തോന്നുന്നത്. തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ പോയി കാണുക. തിയേറ്ററിൽ വലിയൊരു ഓഡിയൻസിനൊപ്പം ഇരുന്ന് ആ ഒരു വൈബിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം ഈ ഒരു പടത്തിനകത്ത് ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്ക് പടം നല്ല കിടിലൻ രീതിയിൽ കണക്റ്റായി. ഒരു കോളേജ് വൈബിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിടിലൻ ഫാൻറ്റസി എൻ്റർടൈനർ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറേ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. മൊത്തത്തിൽ ഒരു പെർഫെക്റ്റ് എൻ്റർടൈനർ. കൂടുതൽ ഇത്തരത്തിലുള്ള ജനറുകൾ മലയാളം ഇൻഡസ്ട്രിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ചിരിച്ചു മറിഞ്ഞ ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല.